അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയതിന് ശേഷം ഞാൻ വീഡിയോ ഇട്ടില്ല. എന്നുവെച്ചാൽ അവിടെ നല്ല തിരക്കായിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇടാൻ സ്ഥലമൊന്നും കിട്ടിയില്ല. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. തിരക്കാണ്ടാണ് വീട് എടുക്കാത്ത. അങ്ങനെ റൂമിൽ ഒന്ന് സുഖമായിട്ട് കിടന്നു തുടങ്ങി. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ രാവിലെ എണീറ്റപ്പോഴുള്ള ആ ഒരു കാഴ്ചയാണ് കേട്ടോ. ചെറിയൊരു മഴയുണ്ട്, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് പുറത്തോട്ടൊന്ന് കറങ്ങാനൊക്കെ ഒന്ന് പോകണം. വട്ടവടയിൽ പോകാനാണ് നമ്മുടെ ഒരു തീരുമാനം. എന്താണെന്ന് നോക്കിയിട്ട് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അവിടെ രാവിലെ തന്നെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കറങ്ങാൻ പോകാൻ. അവിടെ എവിടെയാണ് കറങ്ങാൻ പോണേ? എവിടെ കറങ്ങാൻ പോണേ? വേറെ സ്ഥലത്താണ് പോണേ. അമ്പാടിക്ക് തണുപ്പൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതാണ്ട മൂന്നാർ സിറ്റി നല്ല മഞ്ഞിടക്കുകയാണ്. ആണ്ടോ, ചെറിയ മഴയുള്ളതുകൊണ്ട് തന്നെ ചെറിയ തണുപ്പുണ്ട്. രാവിലെ നല്ല കോടയായിരുന്നു. രാവിലെ ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ പിന്നെ പുറത്തൊന്നും പോയാലും ഇവിടെ തന്നെ ഫുഡ് ഉള്ളതുകൊണ്ടേ പുറത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ കറങ്ങി നടക്കണം. വെച്ചാൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയുണ്ട്. പിന്നെ നമ്മൾ താമസിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. പൂരിയൊക്കെ ഉണ്ടാകുന്ന തീർന്നു കേട്ടോ. അപ്പോൾ പുറത്ത് കഴിഞ്ഞാൽ പിന്നെ പാടാണ്. കിടന്ന് വണ്ടി ഇടാൻ സ്ഥലം നോക്കണം. ഇന്ന് രാത്രി പോയി കുറച്ച് പണി പറ്റി. പാർക്കിങ്ങിന് സ്ഥലമില്ല, നല്ല തിരക്കായിരുന്നു. അവിടെ നമ്മൾ വെച്ചാൽ രാവിലെ ഇവിടെ തന്നെ കഴിക്കാൻ. ഇപ്പോൾ രാത്രിയാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇഡ്ഡലി മാത്രം. അല്ലെങ്കിൽ പൂരിയെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിന് അഡീഷണൽ ചാർജാണ്. വലിയ ചാർജൊന്നുമില്ല. നിങ്ങൾ നമുക്ക് പറ്റുന്നത്ര നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചാർജേ ഉള്ളൂ. കൊള്ളാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സാമ്പാർ കൊള്ളാം അല്ലേ? സാമ്പാർ കൊള്ളാം. ഇഡ്ഡലിയാണെങ്കിൽ പറയണേ. അമ്പാടി ഇഡ്ഡലി കൊള്ളാമോ? ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ മൂന്നാറുള്ള ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് കേട്ടോ. അപ്പോൾ ഇത് ബുക്ക് ചെയ്യേണ്ട സൈറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് നമ്മൾ അടിക്കുമ്പോൾ വരും കേട്ടോ. അതിൽ നേരത്തെ ബുക്ക് ചെയ്യണം. കൺഫേം ആണെങ്കിൽ മാത്രമേ നമുക്കിവിടെ റൂം കിട്ടത്തുള്ളൂ. ഒരുപാട് റൂമൊന്നുമില്ല, ഒരു 10 റൂമൊക്കെ ഇതിനുള്ളിലുള്ളൂ. പുതുതായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പബ്ലിക്കിന് നമുക്കിവിടെ റൂം കിട്ടുന്നതാണ്. റൂമിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 രൂപയാണ് കേട്ടോ. ഒരു വലിയ റൂമാണ്. പിന്നെ ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അലൗഡാണ്. അതിന് സെപ്പറേറ്റ് ചാർജാണ് വരുന്നത്. എപ്പോഴും റൂം കിട്ടണമെന്നില്ല, നേരത്തെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്താലേ റൂം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിട്ട് കൺഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് വന്നത് കേട്ടോ. എല്ലാവരുമായിട്ട് തിരക്കുള്ള സമയത്ത് കുറച്ച് പാടാണ്. അതായത് സിറ്റിയുടെ നടുക്ക് തന്നെയാണ്, മൂന്നാർ ടൗണിൽ തന്നെയാണ് ഈ ഒരു ഗസ്റ്റ് ഹൗസ് ഉള്ളത്. ഗസ്റ്റ് ഹൗസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അതുപോലെ റൂം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്. ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച റൂം കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂമാണ്. ഡബിൾ ബെഡും ഉണ്ട്, പിന്നെ ഒരു അഡീഷണൽ ബെഡും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു റേറ്റിന് നല്ല വർത്തായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഒരു റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണിയും കൂടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബാൽക്കണിയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നാർ ടൗൺ കാണാൻ പറ്റും. ആ കാണുന്നതാണ് മൂന്നാർ ടൗൺ കേട്ടോ. ഇതിനോട് ചേർന്ന് തന്നെ ഒരുപാട് യൂക്കാലിപ്സ് മരങ്ങളൊക്കെ ഉണ്ട്. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ വന്നതിൻ്റെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. റൂമിൻ്റെ അകത്തൊരു ദിവാൻ കട്ടിലുണ്ട്, ചെറിയൊരു സോഫ സെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു മേശയും കൂടി ഇട്ടിട്ടുണ്ട്. ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ കൊണ്ടുവച്ച് കഴിക്കാൻ പറ്റും. ബാത്റൂമിൻ്റെ അടുത്ത് വലിയൊരു അലമാരയും കണ്ണാടിയെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ബാത്റൂമിൻ്റെ അകം നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ബാത്റൂമാണ്, നല്ല വൃത്തിയോടുകൂടി സൂക്ഷിച്ചിട്ടുണ്ട്. മൂന്നാർ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണല്ലോ. അപ്പോൾ ഒരു ഹീറ്ററും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂട് വെള്ളത്തിൽ കുളിക്കാൻ പറ്റും. പിന്നെ റൂമിൽ നല്ല വലിപ്പമുള്ള ഒരു ടി വിയും കൂടെ വെച്ചിട്ടുണ്ട്. അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ റൂമൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, നല്ല റൂമായിരുന്നു. എക്സ്ട്രാ ബെഡും കൂടെ അവൈലബിൾ ആണ്. അതിന് അഡീഷണൽ ചാർജ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ഒരു യാത്ര പോകുന്നത്. കുറച്ച് ലോങ് യാത്രയാണ്. വട്ടവടയിലാണ് പോകുന്നത് കേട്ടോ. അപ്പം പിള്ളേർക്ക് സ്ട്രോബറി കാണണമെന്ന് അങ്ങനെ വട്ടവടയിലോട്ട് പോവുകയാണ്. സിറ്റിയിൽ നോക്കിയപ്പോൾ അധികം തിരക്കൊന്നുമില്ല, ക്ലൈമറ്റും അടിപൊളിയാണ്. അപ്പം കുറച്ച് സമയമെടുക്കും നമുക്ക് എല്ലാ സ്ഥലങ്ങളും കണ്ട് അങ്ങ് പോവാം. അപ്പോൾ നമുക്ക് നേരെ വട്ടവട ഇനി പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകൾ കണ്ട് പോവാം. എനിക്കിങ്ങനെ മൂന്നാറിൽ ഗസ്റ്റ് ഹൗസ് ഉള്ള കാര്യം അറിയായിരുന്നു, പക്ഷേ ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സന്തോഷമാണ് കേട്ടോ. അവനാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അതിൻ്റെ മാർഗ്ഗനിർദ്ദേശമൊക്കെ തന്നത് അവൻ്റെ സാറായിട്ടുള്ള മണികണ്ഠ സാറാണ്. രണ്ടുപേർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. നല്ലൊരു റൂമാണ് കേട്ടോ, നല്ലൊരു സ്റ്റേ ആണ് നമുക്ക് കിട്ടിയത്. ഫുഡ് നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് നേരെ വട്ടവടയിലേക്കുള്ള യാത്രയിലാണ്. മൂന്നാർ ടു വട്ടവട 46 കിലോമീറ്ററാണ് ഉള്ളത്. ടോപ്പ് സ്റ്റേഷൻ വഴിയാണ് പോകുന്നത് കേട്ടോ. സാധാരണ മൂന്നാറിൽ വരുന്നവരെല്ലാം ടോപ്പ് സ്റ്റേഷൻ വരെ മാത്രമാണ് പോകാറുള്ളത്. അതിനിടയിലാണ് മാട്ടുപ്പെട്ടി ഡാം, കട്ല ഡാം, എക്കോ പോയിൻ്റ് ഒക്കെ ഉള്ളത്. മൂന്നാറിൽ നിന്ന് ടോപ്പ് സ്റ്റേഷൻ 34 കിലോമീറ്ററാണുള്ളത് കേട്ടോ. അവിടെ നിന്ന് ഏകദേശം 12 കിലോമീറ്ററാണ് വട്ടവടയ്ക്കുള്ളത്. ഈ പോകുന്ന വഴിയെല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ. കാറിലിരുന്ന് ഈ ഒരു സീനറി കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളെല്ലാവരും മൂന്നാറിലേക്ക് വരുന്നത്. പിന്നെ ഇടയ്ക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാറൊക്കെ ഉണ്ട്. രാവിലെ തിരിക്കേണ്ടതായിരുന്നു, പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയിട്ടാ. കുറച്ചല്ല,
കുറച്ചധികം ലേറ്റായി പോയി. 11 മണിയാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചപ്പോഴത്തേക്ക്. എന്ന് വെച്ചാൽ നല്ല തണുപ്പുള്ളതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. അതുകൊണ്ടാണ് കേട്ടോ. രാവിലെ തിരിക്കണമെന്ന് പറയുന്നത് വെച്ചാൽ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ടുകളുണ്ട്, എക്കോ പോയിൻറ്റ്, മാട്ടുപ്പെട്ടി ഡാം, അവിടെയെല്ലാം ഓപ്പൺ ആവത്തില്ല. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഓപ്പണായി കഴിയുമ്പോഴത്തേക്കാണ് വണ്ടികളൊക്കെ അങ്ങോട്ട് വരുന്നത്. കൂടുതലും വൺ ഡേ ട്രിപ്പുകളാണ്. അതുകൊണ്ട് എല്ലാവരും രാവിലെയാണ് ഈ ഭാഗങ്ങളിൽ എത്താറുള്ളത്. മാട്ടുപ്പെട്ടി ഡാം എത്താറായി കഴിഞ്ഞാൽ മിക്കവാറും ബ്ലോക്ക് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് വരാറുണ്ടല്ലോ. ഇപ്പോൾ എല്ലാം നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഈ ഇടയ്ക്ക് റീസെൻ്റ്ലിയൊക്കെയാണ് റോഡ് ഇത്ര അടിപൊളിയാക്കിയിട്ടുള്ളത്. ഞാൻ മുമ്പ് വന്നപ്പോഴെല്ലാം റോഡ് അത്യാവശ്യം നല്ല കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഴയും കൂടെ പെയ്തുകൊണ്ട് നല്ല കോടയും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. പുറത്ത് നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ AC ഇടാതെയാണ് ഈ ഒരു വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ദിവസത്തെ ട്രിപ്പാണ് അറേഞ്ച് ചെയ്യാനുള്ളത്. ഒന്ന് ടോപ്പ് സ്റ്റേഷനിൽ പോകാനും, അതായത് മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിൻ്റൊക്കെ കാണാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് കാന്തല്ലൂർ റൂട്ടുണ്ട് കേട്ടോ. അതുവഴിയാണ് നമുക്ക് ഇരവികുളം നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ മറയൂർ, പിന്നെ ശർക്കര ഫാക്ടറി, അതുപോലെ തന്നെ നമുക്ക് അതുവഴി നേരെ കാന്തല്ലൂർ പോവാം. കാന്തല്ലൂർ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. കാന്തല്ലൂരാണ് അവിടുത്തെ ഏകദേശം എൻഡെന്ന് പറയുന്നത്. ഞങ്ങൾ ഒരിക്കൽ കാന്തല്ലൂർ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തേക്ക് ഈ ഒരു റൂട്ട് പിടിച്ചത് വട്ടവടയ്ക്ക് പോകുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയണേ, എൻ്റെ മാത്രം അഭിപ്രായമാണ്, നമ്മളെപ്പോഴും ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അവധി ദിവസങ്ങളും അതുപോലെ തന്നെ വെക്കേഷൻ സീസൺ എല്ലാം ഒഴിവാക്കിയിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഞങ്ങളിപ്പോൾ വന്നത് ജനുവരി ഏകദേശം തുടങ്ങാറായപ്പോഴാണ്. അത് ഡിസംബറിലെ സീസണൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. എങ്കിലും നമുക്ക് ചെറിയൊരു ബ്ലോക്ക് കിട്ടും കേട്ടോ. ഇങ്ങോട്ടെല്ലാം ചെറിയ നാരോ റോഡുകളായതുകൊണ്ട് വലിയ ബസ്സുകളൊക്കെ വരുമ്പോഴത്തേക്കുള്ള ബ്ലോക്കുകളാണ് ഈ വരുന്നത്. ഒരുപാട് വണ്ടികൾ വരുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും നാരോ റോഡെല്ലാം നമുക്ക് നല്ല ബ്ലോക്കാവും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ ഒരു സീസൺ തിരഞ്ഞെടുക്കേണ്ടതെന്ന് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ. അതുപോലെ തന്നെ സീസണിലൊക്കെ റൂം കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. റൂമിനാണെങ്കിൽ നല്ല റെൻറ്റും ആവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടാവും തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സീസൺ സമയത്ത് വന്നാലല്ലേ പറ്റുള്ളൂ. ഇല്ല കേട്ടോ, മഴ സമയത്ത് വന്നാലും നല്ല തണുപ്പായിരിക്കും. മിക്കവാറും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെല്ലാം ഇവിടെ, അതായത് മൂന്നാർ, നല്ല തണുപ്പായിരിക്കും കേട്ടോ. അതുപോലെ നമ്മൾ ഉയരത്തിലോട്ട് പോകും തോറും നമുക്ക് നല്ല മഴയും കിട്ടും, നല്ല കോടയും തണുപ്പൊക്കെ കിട്ടും. അപ്പോൾ കുറച്ച് ടോപ്പിലോട്ട് റൂം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം മാട്ടുപ്പെട്ടി ഡാം എത്താറായിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ബ്ലോക്കും കൂടെ അതാ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ബ്ലോക്കല്ല, അത്യാവശ്യം വലിയൊരു ബ്ലോക്കാണ്. നമുക്ക് ആ ഒരു വണ്ടികളുടെ നിര കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും 100% ഉറപ്പായിരുന്നു എനിക്ക് ബ്ലോക്ക് കിട്ടുമെന്ന്. തണുപ്പുള്ളതുകൊണ്ട് എത്ര ബ്ലോക്കായാലും കുഴപ്പമില്ല. വണ്ടി ഓഫ് ചെയ്തിട്ട് നമുക്ക് അവിടെ തന്നെ നിൽക്കാൻ പറ്റും. ഗ്ലാസ് തുറന്നിട്ടാൽ മതി, നല്ല തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. തിരക്കുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രോബ്ലം. നല്ല ബ്ലോക്കാണ്, റൂം കിട്ടാൻ പാടായിരിക്കും. നമുക്ക് ഈ ഫീൽഡ് അറിയാമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ തിരക്കുള്ള സമയത്ത് അധികം വരാത്തത്. പിന്നെ അവരെയൊക്കെ ഒരാഗ്രഹം ഒരു തണുപ്പ് സമയത്ത് മൂന്നാറിൽ വരുന്നുള്ളതാണ്. അങ്ങനെ വന്നതാണ് കേട്ടോ. വട്ടവട പോകുന്ന വഴിയാണ്. എനിക്കൊന്ന് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെയുള്ള ബ്ലോക്കാണ് ഇത് കേട്ടോ. ബ്ലോക്കിൽ പതുക്കെ പോവാം. അപ്പോൾ കുറച്ച് നേരം ഇവിടെ എന്തായാലും ഉച്ച കഴിയും മിക്കവാറും വട്ടവട എത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ കാണുന്നത് റിപ്പിളിൻ്റെ ടീ ഫാക്ടറിയാണ്. ഇവിടെ ടീ ഫാക്ടറി വിസിറ്റിംഗ് ഒക്കെ ഉണ്ട്. അതിന് എനിക്ക് തോന്നുന്നു 100-150 രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. എന്നും ഇത് ഓപ്പണാണ്. പിന്നെ കുറച്ച് തിരക്കുണ്ട്, അകത്ത് ക്യൂ നിന്ന് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മാട്ടുപ്പെട്ടി ഡാമിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ചെറിയ തിരക്കൊന്നുമില്ല, അത്യാവശ്യം വലിയ തിരക്കുണ്ട്. എന്ന് വെച്ചാൽ മാട്ടുപ്പെട്ടി ഡാമും ഈ റിപ്പിളിൻ്റെ ടീ ഫാക്ടറിയും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെ ഞാൻ പുറത്ത് നിന്ന് ഇങ്ങനെ തിരക്ക് ആസ്വദിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു തിരക്കൊന്നും വലിയ പുത്തരിയൊന്നുമില്ല. ടൂറിസ്റ്റ് പ്ലേസിലെല്ലാം നമ്മൾ കാറും കൊണ്ട് ഗസ്റ്റിനെ കൊണ്ട് പോകുമ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പിന്നെ നമ്മുടെ വീട്ടുകാർക്കൊക്കെ ആദ്യമാണ്, കുഴപ്പമില്ല, കുറച്ച് തിരക്കൊക്കെ കണ്ടു വേണം നമ്മൾ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ തിരക്കാണെങ്കിൽ മുകളിലോട്ട് നല്ല തിരക്കായിരിക്കും. ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് കേട്ടോ. സീസൺ സമയത്ത് വന്ന് ഇതിനെക്കാട്ടി അപ്പുറം ബ്ലോക്ക് എന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, രാവിലെ ഇറങ്ങിയിരുന്നെങ്കിൽ പ്രോബ്ലം ഇല്ലായിരുന്നേ. ഒരു 6:30-7 മണിക്കൊക്കെ ഇറങ്ങിയാൽ നമുക്ക് ബ്ലോക്കില്ലാതെ പോകാം. 9-9 മണിക്ക് ഈ മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിൻ്റൊക്കെ തുറക്കും. അതാണ് ഇത്ര തിരക്ക്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ. നോക്കാം, പോണ ദൂരം വരെ പോവാം. എന്തായാലും നമ്മൾ വട്ടവടയിൽ പോവും. അവിടെ സ്റ്റേ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ തിരിച്ച് അതേപോലെ ഇങ്ങനെ ഇറങ്ങും. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൽ എത്തിയിട്ടുണ്ട്. ആ മാട്ടുപ്പെട്ടി ഡാമിൽ കാണുന്ന തിരക്കാണ് കേട്ടോ നമ്മൾ ഇത്രയും ദൂരം ക്യൂ കിടന്ന് വന്നത്. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ ഇടയിലൊക്കെ കയറാൻ ശ്രമിക്കും. അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ കൂടുതൽ ബ്ലോക്ക് ആകും കേട്ടോ. വലിയ ടൂറിസ്റ്റ് ബസ്സുകൾ വരുമ്പോഴാണ് നല്ല ബ്ലോക്ക് ആകുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ഡാം വളരെ ചെറുതാണ് കേട്ടോ. 2 കാറുകൾക്ക് അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകാൻ പറ്റുന്ന അത്ര ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. ഒരു ബസ് വന്നു കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് ബ്ലോക്ക് ആവുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തുള്ള ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം വലിയ ബസ്സുകളാണ്. 52 സീറ്റൊക്കെ ഉള്ള ബസ്സുകളെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയ ബസ്സുകളാണ്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ അതിൽ നിന്ന് കുറച്ചും കൂടെ വലിപ്പമുള്ളതാണ് കേട്ടോ. അതൊക്കെ വരുമ്പോഴാണ് ഈ ഒരു മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഭാഗത്ത്
നല്ലൊരു തിരക്ക് വരുന്നത്. മാട്ടുപ്പെട്ടി ഡാമിൽ നമുക്ക് ഇറങ്ങി ബോട്ടിങ്ങൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളങ്ങനെ ഇറങ്ങാറില്ല. ഞങ്ങൾ വന്ന സമയത്തെല്ലാം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ വട്ടവട എത്തുക, അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെയൊന്നും ഇറങ്ങാൻ അങ്ങനെ നിന്നില്ല. ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വട്ടവട എത്താൻ വളരെയധികം താമസിക്കും. അങ്ങനെ ഞങ്ങൾ മാട്ടുപ്പെട്ടിയിൽ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് നേരെ മുന്നോട്ടുള്ള യാത്രയാണ്. വളരെ ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. മൂന്നാർ നമ്മൾ എത്ര വിവരിച്ചാലും ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. പ്രത്യേകിച്ച് ചെറിയ ചാറ്റൽ മഴയും മൂടൽ മഞ്ഞൊക്കെ വരുമ്പോഴാണ് മൂന്നാറിൻ്റെ ഭംഗി കൂടുതലായിട്ട് കൂടുന്നത്. മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞാൽ അടുത്ത കാണാൻ പറ്റുന്ന സ്പോട്ടെന്ന് പറഞ്ഞാൽ എക്കോ പോയിൻ്റാണ്. എക്കോ പോയിൻറ്റിൽ നമ്മൾ അങ്ങനെ ഇറങ്ങുന്നില്ല. അവിടെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും കാണാനില്ല. എക്കോ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ അവിടെ നിന്ന് ഒരു വിളി വിളിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ആ ഒരു വിളി പ്രതിധ്വനിക്കും. അതാണ് എക്കോ പോയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം വന്നപ്പോഴും അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്തൊന്നും വലിയ തിരക്കില്ലായിരുന്നു. എന്ന് വെച്ചാൽ ആ സമയത്ത് ഞങ്ങൾ ഈ എക്കോ പോയിൻ്റ്, മാട്ടുപ്പെട്ടി ഡാം, ടോപ്പ് സ്റ്റേഷൻ അതുവരെ പോയിട്ട് തിരിച്ചു വരാനുള്ള പ്ലാനാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ദൂരെ പോകുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങേണ്ട ആവശ്യമൊന്നും തോന്നിയില്ല. ഈ എക്കോ പോയിൻ്റ് എത്തുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പ് ഫാമിൽ, അതായത് പശുക്കളുടെ ഫാമാണ്. മുമ്പ് ഫാമിലൊക്കെ ആളെ കയറ്റുമായിരുന്നു, ഇപ്പോൾ അവിടെ കയറ്റുന്നില്ല. ആ ഫാമിൻ്റെ അകത്ത് കയറി കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല പുൽത്തകിടികളൊക്കെ അവർ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യുന്ന കാണാൻ പറ്റും. പിന്നെ ഒരുപാട് ദൂരം യൂക്കാലിപ്സ് മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് കേട്ടോ യാത്ര. നല്ല അടിപൊളി ഒരു ഫീലാണ് ഇതിൽ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ കോടമഞ്ഞ് കയറി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നമ്മൾ വാഗമണ്ണിൽ പൈൻ ഫോറസ്റ്റിൻ്റെ അകത്ത് പോകുന്ന ഒരു പ്രതിനിധിയാണ് ഈ ഒരു റോഡിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് നല്ല റോഡ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഖട്ടറും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അത്ര നല്ലവണ്ണം റോഡ് അവർ സൂപ്പറായിട്ട് ചെയ്യണം. പിന്നെ വീതി കൂട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഫോറസ്റ്റ് ഏറിയാണ്ട് റോഡിൻ്റെ വീതി കൂട്ടാനൊക്കെ കുറേ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇപ്പോൾ മൂന്നാർ അവർ നല്ലതുപോലെ റോഡ് ക്ലീൻ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വന്ന പോലെ തന്നെ ഗ്യാപ്പ് റോഡെല്ലാം അടിപൊളിയായിട്ടുണ്ട്. മൂന്നാർ വരെ ഞങ്ങൾ സുഖമായിട്ടാണ് കാറിൽ യാത്ര ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം എക്കോ പോയിൻ്റ് എത്താറായിട്ടുണ്ട്. എക്കോ പോയിൻറ്റിലായിരുന്നാലും കുറച്ച് തിരക്ക് കാണും കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് കടകളുണ്ട്. പർച്ചേസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ ബീട്രൂട്ട്, അങ്ങനെ പച്ചക്കറി ഐറ്റംസും, അതുപോലെ തന്നെ തേനുണ്ട്, പിന്നെ ചോക്ലേറ്റ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ലോക്കൽ ഐറ്റംസൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു റോഡിൻ്റെ ഭാഗത്ത് നല്ല വീതിയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് കടകളും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും കാണും. അതുകൊണ്ട് തിരക്കായാലും അധികം ബ്ലോക്ക് ആവത്തില്ല. അപ്പോൾ നമ്മൾ എക്കോ പോയിൻറ്റിൽ തൽക്കാലം ഇറങ്ങുന്നില്ല. ഏകദേശം ഇപ്പം തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ട്. എക്കോ പോയിൻറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വട്ടവടയത്തെ ഒരുപാട് ലേറ്റ് ആവും. എക്കോ പോയിൻ്റ് കഴിഞ്ഞ് കുറച്ച് മുന്നിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു ഫുഡ് ട്രക്ക് കണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 3 മണിയോട് അടുപ്പിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. ഒരുപാട് ഡിഷസ് അവർ സെർവ് ചെയ്യുന്നുണ്ട്. വെജ് ആയിരുന്നാലും നോൺ വെജ് ആയിരുന്നാലും കൂടുതലും ബിരിയാണി ഐറ്റംസ് ഉണ്ടായിരുന്നു. വെജിലാണെങ്കിൽ തൈര് സാദം ഉണ്ടായിരുന്നു, വെജ് ബിരിയാണി ഉണ്ടായിരുന്നു, അതേപോലെ പനീർ ടിക്കയിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു വെജ് ബിരിയാണിയും 2 ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ബിരിയാണി ഒരു പ്ലേറ്റിന് അവർ റേറ്റ് ആവുന്നത് 150 രൂപയാണ്. 150 രൂപയ്ക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ കേരള സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. മലയാളിയാണ് ഈ ഒരു ഫുഡ് ട്രക്ക് നടത്തുന്നത്. ഫുഡ് നല്ല വൃത്തിയോടുകൂടിയാണ് സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫുഡ് ട്രക്ക് ഉണ്ടായിരുന്ന പരിസരവും നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു. ഇതൊരു ചിക്കൻ 65 ബിരിയാണി ആയിരുന്നു കേട്ടോ. 150 രൂപയ്ക്ക് വർത്താണ്. 2 കുഞ്ഞു പീസ് ചിക്കൻ അതിലുണ്ടായിരുന്നു. നല്ല ഗ്രേവിയും ആ ഒരു റൈസിനുള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ റൈസ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നല്ല സ്വാദം ഉണ്ടായിരുന്നു. ഫുഡ് നമുക്ക് നല്ലൊരു ആംബിയൻസിലിരുന്ന് കഴിക്കാൻ പറ്റും. നല്ല യൂക്കാലിപ്സ് മരങ്ങളുടെ ഇടയിലാണ് ഈ ഒരു ഫുഡ് ട്രക്ക് ഉണ്ടായിരുന്നത്. നല്ല സ്വാദോടുകൂടി അവർ ഒരു ബിരിയാണി ചെയ്തിട്ടുണ്ട്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മൂന്നാർ വഴി വട്ടവടയോ ടോപ്പ് സ്റ്റേഷനോ പോവുകയാണെങ്കിൽ ഈ ഒരു ഫുഡ് ട്രക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങനെ ഹാർഡായിട്ട് ചിക്കൻ പൊരിച്ചെടുത്തിട്ടില്ല. നല്ല രീതിയിൽ നല്ല മസാലയായിരുന്നു. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. നമ്മുടെ കേരള സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു. പിന്നെ വെജ് ഉണ്ട് കേട്ടോ. ലെമൺ റൈസ് ഉണ്ട്, തൈര് സാദം ഉണ്ട്, സാമ്പാർ സാദം ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. വെജ് കഴിക്കുന്നവർക്ക് ഇവിടെ കഴിക്കാം. നല്ല ഫുഡായിരുന്നു. 150 രൂപയാണ് ബിരിയാണിയുടെ ചാർജ്. 65 കൂടെ വാങ്ങിച്ചായിരുന്നില്ല, അത് 150 രൂപയുടെ ചാർജ് ചെയ്യണ്ട. തിരക്കിടില്ലാത്ത ഫുഡാണ്. നല്ല ഒതുങ്ങിയൊരു പ്ലേസിൽ തന്നെയാണ്. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. അപ്പോൾ നിങ്ങൾ വട്ടവട, അതായത് മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ചെറിയൊരു സ്പേസിൽ. ഇപ്പോൾ ഈ ഭാഗത്ത് ഒരുപാട് ചെറിയ ചെറിയ ട്രക്കുകളുണ്ട് കേട്ടോ, ഫുഡ് ട്രക്കുകളുണ്ട്. ഏതായാലും നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് തിരക്കൊഴിഞ്ഞ കടയിലോട്ടാണ് വന്നത്. പക്ഷേ ഞങ്ങൾ കഴിച്ച് ചെയ്തപ്പോഴേക്കും നല്ല തിരക്കായി. നേരെ വട്ടവടയിലോട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ കുറച്ച് ഫുഡ് സ്പോട്ടുകളെ കാണത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. നമ്മൾ
ഫുഡ് ട്രക്ക് ഇരിക്കുന്ന സ്ഥലം അതിമനോഹരമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ യൂക്കാലിപ്സ് മരങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. നല്ലൊരു സീനറി ആയിരുന്നു, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ടാണ്. അടുത്ത സ്പോട്ട് കണ്ട്ല ഡാം എന്നാണ്. കണ്ട്ല ഡാമെന്നും കുണ്ടള ഡാമെന്നും പറയും. ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാപ്പിൽ നോക്കി ഒന്ന് കൺഫേം ചെയ്യുക. പോകുന്ന വഴിയെല്ലാം അതിമനോഹരമാണ്. എക്കോ പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ദൂരം നമുക്ക് യൂക്കാലിപ്സ് മരങ്ങളാണ്. അത് തന്നെ വളരെ ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ റോഡ് പോകുന്നതും ആ റോഡിൽ കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് പോകുന്നതും വലിയ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കണ്ട്ല ഡാം കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് സ്റ്റേഷനാണ്. ടോപ്പ് സ്റ്റേഷനിൽ കുറച്ച് റോഡ് പണി നടക്കുന്നത് താഴെ നിന്ന് 1-2 ടാക്സിക്കാർ പറഞ്ഞായിരുന്നു. അവിടെ കുറച്ച് തിരക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് വേണം വട്ടവടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് വട്ടവടയിൽ എത്താൻ പറ്റും. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 12-13 കിലോമീറ്ററേ ഉള്ളൂ വട്ടവടയ്ക്ക്. എന്തായാലും നമ്മൾ ടോപ്പ് സ്റ്റേഷൻ, അതായത് മുകൾ ഭാഗത്തോട്ട് പോകും തോറും മഴ കിട്ടുമെന്നാണ് തോന്നുന്നത്. ആ ഒരു ഇരുണ്ട കാലാവസ്ഥ കാണുമ്പോഴേ അറിയാൻ പറ്റും. മഴ പെയ്ത് കഴിഞ്ഞാൽ യാത്ര കുറച്ച് സ്ലോ ആവും. എന്ന് വെച്ചാൽ കോടയൊക്കെ നല്ലതെന്ന് അറിയാൻ ചാൻസ് ഉണ്ട്. ചെറിയ റോഡും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്പീഡിൽ പോകാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഡാമിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അതിനുള്ള ഒരു കുറച്ച് തിരക്കാണ് കാണുന്നത്. ഡാമിൻ്റെ ഭാഗത്ത് നമുക്ക് റോഡ് സൈഡിൽ പാർക്കിംഗ്, പിന്നെ അതിനുള്ളിൽ പാർക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് റോഡ് സൈഡിൽ അധികം നമുക്ക് തിരക്ക് കാണത്തില്ല. പിന്നെ വലിയ ബസ്സുകളൊന്നും അതിനുള്ളിലോട്ട് കടത്തി വിടത്തില്ല. അതാണ് വലിയ ബസ്സുകളെല്ലാം പുറത്ത് കിടക്കുന്നത്. ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഈ ഒരു ഡാമിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ. ഈ ഡാമിൻ്റെ ഭാഗത്ത് ആക്ടിവിറ്റീസ് നടക്കുന്ന, അതായത് കുതിര സഫാരിയും അതുപോലെ തന്നെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലം കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ യൂക്കാലിപ്സിൻ്റെ മരങ്ങൾ കൊണ്ട് കാട് പോലെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഈ ഒരു ആക്ടിവിറ്റീസൊക്കെ അവർ ചെയ്യാനുള്ള സ്പേസ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മൂന്നാർ ട്രിപ്പ് വരുമ്പോൾ എക്കോ പോയിൻറ്റും കട്ല ഡാമും അട്ടുപട്ടി ഡാമെല്ലാം ഇറങ്ങി കാണണം. ഞങ്ങൾക്ക് സമയത്തിൻ്റെ കുറച്ച് പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാത്തത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ല ഡാമൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നിലോട്ട് വന്നു. ടോപ്പ് സ്റ്റേഷൻ ഏകദേശം എത്താറായി. ടോപ്പ് സ്റ്റേഷൻ എത്താറാവുന്നതിന് മുമ്പ് നല്ല സീനറിയാണ് കേട്ടോ. നമ്മുടെ ആകാശമൊക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നല്ല സീനറി നമുക്ക് കാണാൻ പറ്റി. ഒരുപാട് മലകളും പുൽമേടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ വളരെ മനോഹരമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് വണ്ടി നിർത്തി സീനറിയൊക്കെ കാണാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സൈഡിലോട്ട് വണ്ടി നിർത്തുന്നുണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. നല്ലൊരു സ്പോട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി വണ്ടി ഒതുക്കിയിട്ടുണ്ട്. പക്ഷേ ഇതാ നമ്മുടെ പുറകെ കാണുന്നതാണ് ആ ഒരു സ്പോട്ട്. ഈ പുറകെ കാണുന്ന സ്പോട്ടാണ് കേട്ടോ. നല്ല അടിപൊളി സീനറിയാണ്. നമ്മൾ വട്ടവടയായിട്ട് പോകുന്ന വഴിക്കാണ് ഈ സീനറി എല്ലാം ഉള്ളത്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കണം, എന്നിട്ട് നമുക്ക് യാത്ര പോകാനുള്ള പരിപാടിയാണ്. ഈ കാണുന്ന ഭാഗം ഏകദേശം ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ. ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ മൂന്നാർ യാത്രയ്ക്ക് പുറപ്പെടുന്നത് തന്നെ. അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യവും മൂന്നാർ വരാമെന്ന് ഉറപ്പിച്ചിരുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാർ വന്നപ്പോഴത്തേക്ക് ടോപ്പ് സ്റ്റേഷനിൽ വന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ നേരെ ഇരവികുളം നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ മറയൂർ, കാന്തല്ലൂർ ഭാഗത്തോട്ടാണ് പോയത്. അത് മൂന്നാറിൽ നിന്ന് ഏകദേശം നല്ല ദൂരമുണ്ട്. ഈ ഒരു സെയിം ദൂരം നമുക്ക് മറയൂർ കാന്തല്ലൂർ റൂട്ട് വരുന്നുണ്ട്. മറയൂർ കാന്തല്ലൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് ശർക്കര ഫാക്ടറി അങ്ങനെയെല്ലാം കാണാൻ പറ്റും. ഞങ്ങൾ ഏകദേശം ടോപ്പ് സ്റ്റേഷൻ്റെ അവിടെ എത്താറായിട്ടുണ്ടെന്ന് വെച്ചാൽ റോഡ് പണി നടക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഭാഗങ്ങളിൽ റോഡിന് വളരെയധികം വീതി കുറവായിരുന്നു മുമ്പുള്ള സമയങ്ങളിലല്ല. ഇപ്പം കുറച്ച് വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലൈമറ്റ് മാറി കണ്ടോ? നമ്മൾ വട്ടവട പോകുമ്പോൾ തന്നെ ക്ലൈമറ്റ് മാറി. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 4:15 കേട്ടോ. മുകളിലോട്ട് വരുന്നതോറും ഇങ്ങനെ ക്ലൈമറ്റ് മാറിക്കൊണ്ടേയിരിക്കും. ഇനി വട്ടവട എത്തുമ്പോൾ അറിയാം എന്താണ് ക്ലൈമറ്റ് കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം 1 മണിക്കൂറോളം സമയം പോയായിരുന്നു കേട്ടോ. 4:15 ഞങ്ങൾ ഏകദേശം ടോപ്പ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരുപാട് സമയം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ വളരെ പതുക്കെ പോകാൻ, നല്ല ചെളിയുണ്ട്, റോഡ് സൈഡിൽ നല്ല ഇടിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ പോകാനേ പറ്റത്തുള്ളൂ. സീസൺ സമയം കൂടെ ആയിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും വലിയ തിരക്കായിരിക്കും. ഇപ്പം തന്നെ ഏകദേശം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. മുന്നിലോട്ട് പോകുന്തോറും നമുക്ക് കോട നല്ല നിറഞ്ഞിട്ടുണ്ട്. വളരെ പതുക്കെയാണ് എല്ലാ വണ്ടികളും പോകുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ചെറിയ റോഡാണ്. വളരെ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ വണ്ടി തട്ടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ തിരക്കുള്ള സമയങ്ങളിലെല്ലാം വളരെ പതുക്കെ പോവുക. മൂന്നാറിലെല്ലാം ചെറിയ റോഡുകളാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വട്ടവടയുടെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ചെക്ക് പോസ്റ്റാണുള്ളത്. ഇവിടെ വണ്ടിയുടെ നമ്പർ, നമ്മൾ പോകുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ഏകദേശം 12 കിലോമീറ്ററാണ് വട്ടവടയിലേക്കുള്ളത്. വട്ടവട ഒരു കുഞ്ഞ് ടൗണാണ്. ഈ ഒരു എൻട്രൻസിൽ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ പാടില്ലെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അധികം വീഡിയോയുടെ ഓപ്ഷനൊന്നും കാണത്തില്ല. നമ്മൾ വട്ടവട എത്തിയിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. ഈ ഒരു ഭാഗത്ത് തന്നെ ഇപ്പം തന്നെ നല്ല കോടയായിട്ടുണ്ട്. അപ്പോൾ വട്ടവട ചെല്ലുമ്പോൾ നല്ല തണുപ്പായിരിക്കും. മൂന്നാർ ടൗണിനെക്കാട്ടിയും
നല്ല തണുപ്പാണ് വട്ടവടയിലുള്ളത്. അത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം 9-10 ഡിഗ്രിയാണ് അവിടെ കാണിച്ചത്. അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടിയുടെ ഞങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് വട്ടവടയിലുള്ള എൻട്രൻസ് ചെക്ക് പോസ്റ്റിലോട്ട് പോവുകയാണ്. ഇനി എൻട്രൻസ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വട്ടവടയിലെത്തിയിട്ടാണ് ബാക്കിയുള്ള വീട് വരുന്നത്. അകത്തോട്ട് കയറുമ്പോഴേ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫൈനലി വട്ടവട എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല ബ്ലോക്കായിരുന്നു. ഞാൻ തോന്നുന്നു ഞങ്ങളൊരു 11 മണിക്കാണ് മൂന്നാർ ടൗണിൽ നിന്ന് തിരിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 5:30 മണി കഴിഞ്ഞു. എന്നുവെച്ചാൽ റോഡ് കുറച്ച് പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത്രയ്ക്ക് ബ്ലോക്കായി പോയത്. അതുപോലെ തിരക്കും കൂടെ അല്ലേ, നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ വട്ടവട എത്തിയപ്പോൾ നമുക്ക് ഒരു അടിപൊളി ഹോം സ്റ്റേ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് വട്ടവട. വട്ടവട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 43 കിലോമീറ്ററിന് അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ളതിന് തൊട്ട് പുറകിലാണ്. റോഡിൽ നിന്ന് താഴെയാണ് ഈ ഒരു ഹോം സ്റ്റേ ഉള്ളത്. ഒരു പുതിയൊരു ഹോം സ്റ്റേ ആണ്, കുഴപ്പമില്ല. നമ്മുടെ റൂം ഞാൻ കാണിച്ചു തരാം. എന്നുവെച്ചാൽ ഇപ്പോൾ ഇവിടെ കറണ്ടില്ല, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷായിട്ട് റൂം കാണിച്ചു തരാം. ഇതാണ്ടോ, ഇത്രയും ടോപ്പിൽ നിന്നാണ്, അവിടെയാണ് റോഡ് വരുന്നത്. ഇത്രയും ടോപ്പിൽ നിന്ന് ഇറങ്ങിയാണ് വരുന്നത്. അപ്പോൾ ഇറങ്ങി വരുമ്പോഴാണ് ഈ ഒരു നമുക്ക് ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്യാമറ കാണുമ്പോലെയല്ല, നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. മോൾ ഭാഗത്തെല്ലാം ഹോം സ്റ്റേ ആണ്. അവിടെ ഹോം സ്റ്റേ ഉണ്ട്. റോഡെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തിലാണ് റോഡ് പോകുന്നത്. അവിടെ എല്ലാം ഹോം സ്റ്റേ ആണ്, ആ ഭാഗങ്ങളെല്ലാം ഹോം സ്റ്റേ ആണ്. അപ്പം നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പറഞ്ഞാൽ അത്രയും ദൂരം കയറാൻ പറ്റാത്തതുകൊണ്ടേ, എന്ന് വെച്ചാൽ അവിടെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ. ഇവിടെ ആകുമ്പോൾ നമുക്ക് റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. മറ്റേതാകുമ്പോൾ ഒരുപാട് താഴെ വണ്ടി പാർക്ക് ചെയ്യണം. ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഒരു ജീപ്പിലാണ് ഈ മോൾ ഭാഗത്തൊക്കെ കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ അടുത്ത് കിട്ടിയോണ്ട് പിന്നെ നമ്മൾ എടുത്തേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വട്ടവട. ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ ഇല്ല, അത്ര അടുത്താണ് വട്ടവട ടൗൺ ഉള്ളത്. നാളെ അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം. അപ്പം നാളെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം. റൂം ഞാൻ കാണിച്ചു തരാം. കറണ്ടൊക്കെ വന്നിട്ട് റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോം സ്റ്റേയിൽ നമ്മളെടുത്തിരിക്കുന്ന റൂമിൻ്റെ അകഭാഗം ഒന്ന് കാണാം. ഒരു ചെറിയൊരു റൂമാണ് കേട്ടോ. എങ്കിലും ഒരു ഡബിൾ ബെഡ് ഇട്ടിട്ടുണ്ട്. 2-3 പേർക്ക് അത്യാവശ്യം കിടക്കാൻ പറ്റുന്ന ഒരു സ്പേസ്. ഞങ്ങൾ എന്തായാലും 4 പേരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ റൂം തന്നത്. ബാത്റൂം നോക്കിക്കഴിഞ്ഞാൽ ബാത്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. നല്ല വൃത്തിയോട് ചെയ്തിട്ടുണ്ട്. ഹീറ്ററും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും 2500 രൂപയാണ് നമുക്ക് ഈ ഒരു ഹോം സ്റ്റേയിലെ റൂമിനായിട്ടുള്ളത്. സീസൺ സമയത്ത് ചിലപ്പം റേറ്റ് കൂടുതലാവാം. നിങ്ങൾ നോക്കിയിട്ട് വേണം റൂം എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഹോം സ്റ്റേയിലെ രാത്രിയത്തുള്ള ഒരു വൈബാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ആ മലയെ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഹോം സ്റ്റേകളാണ്. നമ്മുടെ ഹോം സ്റ്റേയും കുറച്ച് ലൈറ്റും മറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പാട്ട് നമുക്കിതിൽ കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നല്ല രീതിയിൽ അവർ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ അധികം കടകളൊന്നുമില്ല. വട്ടവട എന്ന ചെറിയൊരു ഗ്രാമമാണ്. അവിടെ 1-2 കടകളേ ഉള്ളൂ കേട്ടോ. അതിലൊരു കട നമ്മുടെ ഹോം സ്റ്റേയിലെ ചേട്ടൻ പറഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, എങ്കിലും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഒരു കട മാത്രമേ ഈ ഒരു ടൈമിൽ അവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഈ ഒരു കടയിലോട്ട് വന്നത്. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് വെജ് ഐറ്റവും അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റമൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, പൊറോട്ട തന്നെ. പൊറോട്ടയാണല്ലോ എല്ലാവരുടെയും ദേശീയ ഭക്ഷണം. കുറച്ച് ഫുഡ് പറഞ്ഞിട്ടുണ്ട്, വെജും നോൺ വെജും എല്ലാം കിട്ടും കേട്ടോ. ഫുഡും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീക്കണം. ചിലപ്പോൾ നമ്മളൊരു ജീപ്പ് സഫാരിക്ക് പോകുന്നുണ്ട്, അറിയില്ല. ഇവർക്കൊക്കെ എങ്ങനെയാണ് നോക്കിയിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പൊറോട്ടയും ചിക്കൻ കറിയും അതുപോലെ തന്നെ ഗോബി മഞ്ചിയുടെ കറിയും വന്നിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഗ്രിൽഡ് ഐറ്റംസ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട്. പിന്നെ രാത്രി കണ്ട് തന്നെ കറി മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും പൊറോട്ടയും ചിക്കൻ കറിയും അതുപോലെ തന്നെ ഗോബി മഞ്ചൂരിയായിട്ട് ഇന്നത്തെ രാത്രിയിലത്തെ വട്ടവടയല്ല ഡിന്നർ കഴിക്കുകയാണ്. കറികളെല്ലാം നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൊറോട്ട നല്ല ചൂടോടുകൂടിയാണ് കേട്ടോ അവർ സെർവ് ചെയ്ത്. നല്ല തണുപ്പുള്ള സമയത്ത് ചൂട് പൊറോട്ടയും ചിക്കൻ കറിയോ അല്ലെങ്കിൽ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് വെജ് കറിയോ ഇവിടെ വന്നാൽ കഴിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് രാത്രിയാണവരെ നിൽക്കില്ലേ, ഫുഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു നേരെ റൂമിലോട്ട് പോവുകയാണ്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോ കാണാമെന്നാണ്. അടുത്ത് നമ്മൾ വട്ടവട ഫുള്ളൊന്ന് കവർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ.